പി.സി. ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി.സി. ജോർജ്, രാജീവ് ചന്ദ്രശേഖറിനെ നിയമിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗത ബി.ജെ.പിയുടെ മുഖങ്ങളൊക്കെ മാറുകയാണ്. താങ്കൾ പാർട്ടിയിലെത്തിയതിന് ശേഷവും ഉണ്ടായിരുന്ന പരമ്പരാഗത മുഖങ്ങൾക്കപ്പുറമുള്ള ഒരു പരിഗണനയാണ് നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് എന്ത് ഗുണം ബി.ജെ.പിക്ക് ചെയ്യാൻ കഴിയും? ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്ന, ബി.ജെ.പിക്ക് മാത്രമല്ല കേരളത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്ന അതിശക്തമായ ഒരു നേതൃത്വമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഒരു സംശയം വേണ്ട. ഞാനിപ്പോ പറയുന്നില്ല, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തോപ്പിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തോട് നീതി ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹമായിരുന്നു ജയിക്കേണ്ടിരുന്നത്. അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിന് നേട്ടം ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരിക്കുന്ന കേരളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നശിച്ചു കിടക്കാണ്. ആ കേരളത്തെ രക്ഷിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ, കേരളത്തിന് എം പി ആയി ഡൽഹി എത്തിയിരുന്നെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയായി നമ്മളെ സഹായിക്കുമായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ചത് എനിക്ക് ദുഃഖമുണ്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ച കാര്യമാണ്. ഇപ്പോഴും ഞാൻ അതിന്റെ അഭിപ്രായം പറയുന്നു. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ഒരു പുതിയ മുഖം വന്നത് ഏറ്റവും നന്നായി. ബി.ജെ.പിയിലെ പ്രസിഡന്റ് ആകാൻ യോഗ്യനായി എത്രയോ ആളുകൾ കേരളത്തിൽ തന്നെ അറിയാമോ? വളരെ പ്രഗത്ഭന്മാരായ, ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചു വന്ന സുരേന്ദ്രൻ എന്താ കുഴപ്പം? ഇടതും വലതും ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എതിർത്തിട്ടും അതിനിടയിൽ നിന്നുകൊണ്ട് ശക്തമായി പോരാടിയ ഒരു നേതൃത്വമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് കേരളത്തിൽ നിലവിലുള്ളത്. ഇതെല്ലാം എല്ലാവരും രമേശ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരെയും പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ മുരളീധരൻ എന്താ കുഴപ്പം? എത്ര കൊല്ലം കേരളത്തെ നയിച്ച ആളാണ് ബി.ജെ.പി നയിച്ചതാണ്. അങ്ങനെ അതിപ്രഗത്ഭന്മാരുടെ ഒരു വലിയ നിര ഈ രാജീവ് ചന്ദ്രശേഖർ ഒരേ ലെവലിൽ വരികയാണ്. അതിന്റെ അർത്ഥം 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം ബി.ജെ.പി ഭരിക്കാൻ പോകും എന്നാണ്. യാതൊരു സംശയം വേണ്ട. കേരളത്തിന് മുഖ്യമന്ത്രി താമര ചിഹ്നം വിരിയും. ആ കാര്യത്തിൽ കാണാനുള്ള അവസരം ലഭിക്കുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോ. ഓക്കെ, ഒരു കാര്യം കൂടി, കേരളത്തിൽ ഗ്രൂപ്പിസം കളിച്ച നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയിട്ടായിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനം എന്നുകൂടി വ്യാഖ്യാനമുണ്ട്. ഞാൻ ഒരു വ്യാഖ്യാനത്തിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കില്ല. ഒരു ഗ്രൂപ്പിന്റെ ആളല്ല, ഞാൻ ആയാലും അഭിമുഖങ്ങൾക്കൊന്നും അഭിപ്രായം പറയുന്നു മര്യാദയല്ല. ഞാൻ അതിനില്ല, എന്നോട് ക്ഷണിക്കുക. ഓക്കെ, ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് കൊണ്ട് ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ടുകൾക്ക് അപ്പുറം എന്ത് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? യാതൊരു സംശയം. ഒന്നാമത് തന്നെ കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ച ഇതിന് മുമ്പ് തന്നെ നിയമസഭയിൽ നിർണായകമായി എം.എൽ.എമാരോട് കടന്നു വേണ്ട പാർട്ടിയാണ്. പക്ഷേ പല പല കാര്യങ്ങളാലും പല പല പ്രശ്നങ്ങളാലും ബി.ജെ.പി കിടന്ന് ഉഴലുകയായിരുന്നു. അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റം വരുത്തുന്നത് ബി.ജെ.പിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന, ഒരാൾക്ക് പോലും തർക്കമില്ലാത്ത ഒരു വലിയ നേതാവിനെ പിടിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. വളരെ നന്നായി എന്നതിന്റെ അഭിപ്രായം. ഉള്ള ഒരു മോശം നല്ല ഇതിനർത്ഥം. അദ്ദേഹം വന്നതോടുകൂടി ആർക്കും തർക്കമില്ല, ഒരു മനുഷ്യനും തർക്കമില്ല, എല്ലാവരുമായിട്ട് നല്ല ബന്ധം. ആ ബന്ധം അത് തന്നെ അതിപ്രഗത്ഭൻ, ആരുടെയും ചൊൽപ്പടിക്ക് മടങ്ങുന്നതല്ല, ശരിയോടൊപ്പം നിൽക്കുന്നവനാണ്. ശരിയാണ് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ആ നിലയ്ക്ക് ബി.ജെ.പി എന്ന് പറയുന്ന നരേന്ദ്രമോദിജിയുടെ പാർട്ടിയല്ലേ ഇപ്പോ. അദ്ദേഹം പ്രധാനമന്ത്രി എന്നെങ്കിൽ ശരിയോടൊപ്പം നിന്ന് പോവുകയാണ്. താഴെത്തട്ടിൽ ഉയർന്നു കയറി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോക നേതാവായി ഉയർന്നിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണിത്. നഡ്ഡാജി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണിത്. യാദവ് അമിത്ഷാ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായത്. ഒരു കുഴപ്പമില്ല, വളരെ തന്റെ അടുത്ത് മുന്നോട്ട് പോകും. എഴുതിയിട്ടോളും, ഒരു സംശയം വേണ്ട. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ 4-5 മാസത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിർണായക ശക്തിയായി ബി.ജെ.പി കേരളത്തിൽ വളരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നന്ദി പി.സി. ജോർജ് പ്രതികരിച്ചു.